MLA അല്ലാത്തയാൾ മുഖ്യമന്ത്രിയാകുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24നോട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയിട്ടില്ല. MLA-മാരുടെ വോട്ടെടുപ്പ് നടത്തിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും സർക്കാർ വരുമെന്ന് ഉറപ്പായി, അതിലൊരു സംശയമില്ലല്ലോ. ഇല്ലില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇല്ലില്ല, എവിടം വരെയായി ചർച്ച? ഒന്നും ആയിട്ടില്ല, ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. മാധ്യമങ്ങൾ അനാവശ്യ ചർച്ച നടത്തല്ലാതെ റിസൾട്ട് വരട്ടെ. വേഗോളം ഇരുന്നാൽ 6 ഓളം ഇരിക്കാമല്ലോ. ലെറ്റസ് വെയിറ്റ്. അതായത് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ചർച്ച തുടങ്ങൂ. അത്രേ ഉള്ളൂ. റിസൾട്ട് വരട്ടെ. ഞങ്ങൾ എന്തായാലും റിസൾട്ട് കഴിയാതെ, റിസൾട്ട് വരാതെ അതിന്റെ ഫോർമാലിറ്റി ഉണ്ട്, പ്രൊസീജിയർ ഉണ്ട്, അത് കീപ്പപ്പ് ചെയ്യും. എന്താ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഉള്ള ഒരു കോൺഗ്രസിന്റെ പ്രൊസീജിയർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ അല്ലേ? എങ്ങനെയായിരിക്കും? ജയിച്ച MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്ന് വിളിക്കും. ഡൽഹിയിൽ നിന്ന് AICC പ്രസിഡന്റ് ഖാർഗെജിയും പ്രതിപക്ഷ നേതാവ് രാഹുൽജിയും ആലോചിച്ച് അവർ പ്രമുഖരായിട്ടുള്ള ആളുകളെ കേരളത്തിലേക്ക് അയക്കും. ഞാൻ ഒന്നില്ലെന്നും പറയുന്നില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് അപ് ടു ദ ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ MP വന്ന് മുഖ്യമന്ത്രി ആവുന്നു, അതിൽ എന്തെങ്കിലും എതിർപ്പ് വരാൻ സാധ്യത? അതൊന്നും നമ്മൾ അതിലേക്കൊന്നും വരില്ല. തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. തീരുമാനം വന്നാൽ വരുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇത്തരം ചർച്ചകൾ ഇപ്പൊ തുടങ്ങുന്നത് എന്തുകൊണ്ട്? അങ്ങനത്തെ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. ആ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. ഞങ്ങളാരും ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു ചർച്ച എന്നോർത്ത് ഇൻഡിവിജ്വലായിട്ട് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടാകാം. K. സുധാകരനെ മത്സരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് AICC-ക്ക് നൽകിയ കത്തെന്ന രീതിയിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് ആവർത്തിച്ചു സണ്ണി ജോസഫ്. കത്ത് വ്യാജമല്ലെന്ന് K. സുധാകരൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷം താൻ K. സുധാകരനെ വിളിച്ചിട്ടില്ല. വിളിച്ച് വ്യക്തത വരുത്തണമെന്ന് തോന്നിയില്ലെന്നും സണ്ണി ജോസഫ് 24-ന്റെ ആൻസർ പ്ലീസിൽ പറഞ്ഞു. സുധാകരൻ ഉണ്ടാക്കിയ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും ഒഴിവാക്കേണ്ടത്? ഇല്ല, അത് മാധ്യമങ്ങളാണ് അതിനെ പെരുപ്പിച്ചത്. ഇപ്പം അതിലെനിക്ക് ഞാൻ അവസാനം ഇപ്പം കഴിഞ്ഞ 2 ദിവസത്തെ വാർത്താ സമ്മേളനങ്ങളിൽ ഞാനും കുറച്ച് വികാരത്തിൽ തന്നെ സംസാരിച്ചു. കാരണം എന്നാ പറ്റിയത്, ആ ഇഷ്യൂവിൽ ഞാൻ അത്ര കണ്ട്, ആ ഇഷ്യൂവിൽ സത്യത്തിന്റെ ഭാഗത്ത് ഞാൻ നിൽക്കുകയാണ്. എൻ്റെ പേരിലാണ് ഒരു കത്ത്. ഞാൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല, ഒരു കത്ത് എഴുതിയിട്ടില്ല എന്ന് ഞാൻ DGP-ക്ക് പരാതി കൊടുക്കുന്നു. ഇനി ഞാനൊരു കാര്യം കൊണ്ട് ദീപക്കിനോട് ചോദിച്ചിട്ട്, ആരാണ് ഈ കത്തിന്റെ ആള്? അവർ പറയട്ടെ. ഞങ്ങൾക്ക് ഈ കത്ത് കിട്ടി. ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ചാനൽ ചർച്ച 24-ലൂടെ ഞാൻ ഈ കത്ത് പ്രചരിപ്പിച്ചവരോട് ആരെങ്കിലും സധൈര്യം ഈ കത്തിന്റെ ഒറിജിനാലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ ചലഞ്ചാണ്. K. സുധാകരന്റെ ഒരു പ്രതികരണം വരികയാണ്, കത്ത് വ്യാജമല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? അതെനിക്കറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അത്തരം ഒരു കാര്യം മനസ്സിലാക്കാതെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ഈ കത്തിൻ്റെ ഇത് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും അത് ബോധ്യത്തിലായില്ല. അത് നിങ്ങൾ ചോദിക്കണം. ഇപ്പൊ ഞാൻ പറയുമ്പോഴും അദ്ദേഹം ഉൾപ്പെടെ ഞാൻ അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. എഴുതിയെന്ന് തെളിയിക്കാൻ ഞാൻ ആ കത്ത് എഴുതി എന്ന് പറയുന്ന ആരോടായാലും ഞാൻ ആവശ്യപ്പെടുകയാണ്. വൻ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും സണ്ണി ജോസഫ് 24നോട് പറഞ്ഞു. എല്ലാ വിഭാഗം ആളുകളും UDF നോട്ട് ചെയ്തിട്ടുണ്ട്. UDF-ൽ ഉപമുഖ്യമന്ത്രി ചർച്ചയിലെന്നും ആരൊക്കെ മന്ത്രിമാരാകുമെന്നത് പിന്നീട് തീരുമാനിക്കുമെന്നുമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ദീപക് തർമ്മടത്തോട് പറഞ്ഞത്. കേരളമാകെ UDF-ന് നല്ല റിസൾട്ട് ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കും. അത്രയ്ക്ക് അനുകൂല അന്തരീക്ഷം. ജനങ്ങള് സർക്കാരിനെ നന്നായിട്ട് വിലയിരുത്തി. ഇവരുടെ നയങ്ങളെല്ലാം, ജനദ്രോഹ നയങ്ങളെല്ലാം തുറന്നു കാട്ടാൻ ഞങ്ങൾക്ക് കുറെ നാളായി സാധിച്ചു. എത്ര സീറ്റ് ഇപ്പം വോട്ട് പെട്ടിയിലായി? ഞാനത് കൃത്യം പറയുന്നില്ല. ഞങ്ങൾ 100 നാളിലോ ടാർഗറ്റ്. 100-ലെത്തില്ല എന്നുള്ളത് അതിന്റെ അല്ല, അതിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. കണ്ണൂരിൽ നിന്ന് ദീപക് തർമ്മണം തത്സമയം ശരിയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് KPCC അധ്യക്ഷൻ ആത്മവിശ്വാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ആ രീതിയിൽ വരുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറയൂ ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SK. UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം വിശദമായൊരു അഭിമുഖം തെരഞ്ഞെടുപ്പിന് ശേഷം നൽകുന്നത് 24-ന്റെ ആൻസർ പ്ലീസിലാണ്. അതിൽ അദ്ദേഹം വളരെ ക്രൂഷ്യലായ 2-3 കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MP ആയിട്ടുള്ള ഒരാൾ
MLA ആകാതെ തന്നെ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. അതായത് 6 മാസം കാവൽ മുഖ്യമന്ത്രിയായി ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് MLA ആവാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയുന്നില്ല സണ്ണി ജോസഫ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് KC വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ചർച്ച കോൺഗ്രസ് നേതൃത്വത്തിൽ സജീവമാണ്, കോൺഗ്രസ് അണികളിൽ സജീവമാണ്. അത്തരം ഒരു ചർച്ചയ്ക്ക് തടയിടുന്നില്ല KPCC അധ്യക്ഷൻ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നു MLA-മാരുടെ ഭൂരിപക്ഷത്തിൽ, അതായത് അത്തരത്തിലൊരു വോട്ടെടുപ്പിലൂടെയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് പ്രതിനിധി ഇവിടെ വന്ന് MLA-മാരുടെ യോഗം വിളിക്കും, MLA-മാരുടെ വികാരം മനസ്സിലാക്കും, പക്ഷേ തീരുമാനം അന്തിമമായി ഹൈക്കമാൻഡ് എടുക്കുമെന്ന് പറയുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിനകത്ത് ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല, ഇപ്പോൾ നടക്കുന്ന ചർച്ചയിലൊന്നും പ്രസക്തിയില്ല എന്നുകൂടി പറയുകയാണ്. അപ്പോൾ വളരെ കൃത്യമായി KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു സൂചനയാണ്. അതായത് സാധ്യതയില്ല, അല്ലെങ്കിൽ അത്തരമൊരു സാധ്യതയെ റൂൾ ഔട്ട് ചെയ്യാൻ KPCC അധ്യക്ഷൻ തയ്യാറാവുന്നില്ല. മറ്റൊരു കാര്യം, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് കൊടുക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ള അദ്ദേഹം വ്യക്തമാക്കുന്നു. അത്തരമൊരു സാധ്യതയേ ഇല്ല എന്നുള്ളതാണ്. മന്ത്രിമാരുടെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ്. മുഖ്യമന്ത്രി ചർച്ച ഔപചാരികമായി ആരംഭിക്കുന്നതും റിസൾട്ട് വന്നതിന് ശേഷമാണ്. കോൺഗ്രസ് നേതൃയോഗം 18-ന് ശേഷം ചേരും എന്നുകൂടി അദ്ദേഹം നമ്മളോട് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാദമായ കത്തിനെ കുറിച്ചാണ്. K. സുധാകരൻ ഉൾപ്പെടെയുള്ളവരെ മുമ്പിലാണ് ഒരു ചാലഞ്ച് 24-ലൂടെ അദ്ദേഹം വെക്കുന്നത്. കത്ത് ഒറിജിനലാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കത്തുമായി വരൂ എന്ന് പറയുകയാണ്. കാരണം സണ്ണി ജോസഫ് അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല. ഇത് നമ്മളും നേരത്തെ പറഞ്ഞാണ് കത്ത് വ്യാജമാവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന്. നമ്മൾ ആ വേളയിൽ K. സുധാകരൻ്റെ പ്രതികരണം ചോദിക്കുമ്പോൾ പോലും സ്പെസിഫിക്കായി ചോദിച്ചിരുന്നു, ഈ കത്ത് വ്യാജമാണെന്ന് KPCC പ്രസിഡന്റ് പറയുന്നു, അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നു എന്ന്. അന്ന് സണ്ണി ജോസഫ് ഇത് പറഞ്ഞതിന് ശേഷവും സുധാകരൻ പറഞ്ഞത് കത്ത് വ്യാജമല്ല എന്നായിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് മറുപടി പറയേണ്ടത് സുധാകരനാണ് എന്നുള്ളതാണ്. ഈ കത്ത് വിഷയം വൈകാരികമാണ് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ UDF അധികാരത്തിൽ വരുമ്പോഴും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീരില്ല, പ്രശ്നങ്ങൾ തുടരുമെന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് സണ്ണി ജോസഫ് നൽകുന്നത്. കത്ത് വിവാദത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകും, നിയമ നടപടിയിലേക്ക്, അതായത് ഇപ്പോൾ DGPക്ക് പരാതി നൽകി മൊഴി അടുത്ത ദിവസം എടുക്കും, അല്ലാതെയുള്ള കേസിലേക്ക് കൂടി കടക്കും എന്ന സൂചന കൂടി ആൻസർ പ്ലീസിൽ സണ്ണി ജോസഫ് നൽകിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. പ്രചരിച്ച കത്ത് വ്യാജമാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ആൻസർ പ്ലീസ് ഇന്ന് വൈകുന്നേരം 5:30-ന് 24 സംപ്രേഷണം ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.